ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക്കൈൻ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ്, ചവറയിലാണ് ഉള്ളത്. അപ്പം ഞാനിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ താറ് കിടക്കുന്നു. താറിൻ്റെ കോലം കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം താറിന് തന്നെ ഞാൻ നോക്കി നിന്നു. നമ്മുടെ കറുത്ത വണ്ടി ആയതുകൊണ്ട് നന്നായിട്ട് പൊടി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ എടുത്തറിയാൻ പറ്റും. താറിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാനൊന്ന് വാഷ് ചെയ്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. എന്നാൽ പിന്നെ വാഷ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അകത്ത് പോയി കീ എടുത്തുകൊണ്ട് വന്ന് താറ് അപ്പുറത്തെ സൈഡിൽ ഇട്ട് വാഷ് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. അപ്പം ഞാൻ വണ്ടി എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിടാൻ പോവുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ വാഷിങ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും മരത്തിൻ്റെ താഴെ കിടന്നതുകൊണ്ട് അതിൻ്റെ ഇലകളെല്ലാം വന്ന് താറി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഗൈസ്, ഇക്കാക്കൊരു സർപ്രൈസും കൂടെ ആവും ഞാൻ വണ്ടിയൊക്കെ കഴുകുന്നത്. ഞാൻ സാധാരണ വണ്ടിയൊന്നും അങ്ങനെ കഴുകാറില്ല. ഇക്ക തന്നെയാണ് എല്ലാം വണ്ടി കഴുകുന്നതെല്ലാം. വണ്ടിയുടെ ഒരു സ്ഥലം പോലും വിടരുത്, മുക്കും മൂലയും ഞാൻ കഴുകണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ തുടങ്ങി വന്നപ്പോഴാണ് ഗൈസ് വണ്ടി കഴുകാനും നല്ല പാടാണെന്ന് മനസ്സിലായത്. പിന്നെ ഇനി തുടങ്ങിയതല്ലേ, ഇനി നിർത്താൻ പറ്റൂല എന്ന് വിചാരിച്ച് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് കഴുകാൻ വേണ്ടി തുടങ്ങി. പതയ്ക്കൊന്നും ഒരു കുറവും വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ നന്നായിട്ട് കാർ ഷാമ്പു ഇട്ട് പതപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് വരുന്നില്ല ഞാൻ വിചാരിച്ച പോലെ. ട്രിവാൻഡ്രത്തായിരുന്നെങ്കിൽ അവിടെ ഹോം വാഷ് ഷാമ്പുവും വാട്ടർ പ്രഷർ മെഷീനും ഉണ്ട്. പക്ഷെ ഞാനത് എടുക്കാറില്ല. അതെടുത്ത് ഇനി വല്ലതും കേടാക്കിയാൽ എനിക്ക് നല്ലത് കിട്ടും. ഞാൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മുറ്റത്ത് എന്നെ ഒരു പേരയ്ക്ക് മാടി വിളിച്ചു. പിന്നെ അത് പറിച്ചിട്ട് ബാക്കി പണി തുടരാമെന്ന് വിചാരിച്ച് ഞാനത് ചാടി പറിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞാൻ അതും കഴിച്ചുകൊണ്ട് ബാക്കി പണികളിലേക്ക് പോവുകയാണ്. നമുക്ക് പണി കിട്ടി. വണ്ടി തുറന്നപ്പോഴാണ് അതിനകത്ത് നിറച്ച് പൊടിയും മണ്ണും എല്ലാം ഉണ്ട്. ഇനി ഇതൊക്കെ ഞാൻ കുത്തിയിരുന്ന് വൃത്തിയാക്കണമല്ലോ. തുടങ്ങിയും പോയി, ഇനി നിർത്താനും പറ്റത്തില്ലല്ലോ ഗൈസ്. അങ്ങനെ ഞാൻ അതെല്ലാം കഷ്ടപ്പെട്ട് വലിച്ചൂരി കഴുകുകയാണ്. അകത്ത് സീറ്റിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ താറിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിരിക്കുകയാണ്. താറിനെ ഫുള്ള് കഴുകി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ട്രാൻസിഷൻ വീഡിയോ ആണ്. ഞാൻ അകത്ത് പോയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ താറ് കഴുകിയതല്ലേ, അപ്പം ഞാൻ ഒരു റൗണ്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോകാൻ പോവുകയാണ്. ആഡംബരത്തിനൊന്നും ഒരു കുറവും വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസും സ്ലിംഗ് ബാഗും എല്ലാം സെറ്റപ്പായിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് പോകാം ഗൈസ്. ഉറക്കം എണീറ്റ് വരുന്നതിന് മുന്നേ നമുക്ക് പോയിട്ട് വരണം. ഇറങ്ങിയാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും ഗൈസ്. എൻ്റെ വണ്ടി ഇതെവിടെ പോയി? ഇവിടെ നിന്ന് ഇത് ആരും ഒന്ന് എടുക്കാൻ, ഇവിടെ നിന്ന് അങ്ങനെ ആരും വരാൻ ചാൻസ് ഇല്ലല്ലോ. അതാ വിളിക്കുന്നത്. ഇനി എന്തായാലും ഞാൻ റൗണ്ട് പോയിട്ട് വണ്ടി കൊടുക്കത്തുള്ളൂ. അതുവരെ അവിടെ നിൽക്കട്ടെ.